അടുക്കളയിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ സവാള അരിയൊക്കെയാണ്. അരിയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല, ഈ കണ്ണീർ നങ്ങട്ട് വെള്ളം മൊത്തം ഒഴുകി അവിടെ ഒരു സീരിയലിൻ്റെ കണ്ണീർ പുഴ തന്നെ ഞാനവിടെ ഒഴുകിക്കളയും. ഇത് മാറാൻ കുറേ ട്രിപ്പ് ട്രൈ ചെയ്തതാണ്, പക്ഷേ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല കേട്ടോ. ഒരടുപ്പിൽ അവിയൽ റെഡി ആവുന്നുണ്ട്, ഇപ്പുറത്ത് കോവയ്ക്ക ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ എൻ്റെ കണ്ണരിച്ചിൽ തീരുന്നതിന് മുന്നേ തന്നെ അമ്മ കടുക് വറുത്തത് ആ ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പുളിശ്ശേരിക്കുള്ള തേങ്ങ തിരുവാണ്. ഇപ്പോൾ ഇവിടെ പശുവുണ്ട്, തൈരിന് ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തന്നെ 365 ദിവസവും പുളിശ്ശേരിയാണ് ഇവിടെ വയ്ക്കുന്നത്. പോരാത്തതിന് ഒരാൾക്ക് ഇവിടെ പുളിശ്ശേരിയാണ് നിർബന്ധമായിട്ട് വേണ്ടത്. എനിക്ക് പക്ഷേ രസമൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഉള്ളിക്കറി ആയപ്പോഴത്തേനും ഞാൻ 2 ചപ്പാത്തി ആയിട്ട് കഴിക്കാനായിട്ടിരുന്നു. ഒരു ദിവസം തുണി കഴുകണ്ട, ഞാൻ പൊതുവേ എല്ലാ ദിവസവും തുണി കഴുകുന്നതാണ്. ഒരു ദിവസം തുണി കഴുകണ്ട, പിറ്റേ ദിവസം അത് കഴുകാൻ പറ്റാത്ത വേറെ എന്തെങ്കിലും പ്രോഗ്രാമിന് വെളിയിൽ പോയിട്ട് വന്നാൽ എൻ്റെ പൊന്നോ അതിൻ്റെ അടുത്ത ദിവസം ഒരു കിന്തൽ തുണി കഴുകാനായിട്ട് കാണും. ആൾ പോണതിന് മുന്നേ ആണെങ്കിൽ അതെല്ലാം എനിക്ക് മുകളിൽ കൊണ്ടൊന്നും വെച്ചിട്ടില്ല, അത്രയും വെയിറ്റ് എടുക്കണ്ടല്ലോ. അമ്മയ്ക്ക് ആൻറ്റി കുറച്ച് പച്ചക്കറി തൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, മുളകും തക്കാളിയും വഴുതന കത്തിരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ചമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അമ്മ പോണതിന് മുന്നേ തന്നെ അതെല്ലാം നട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പോയത്. അപ്പം ഇതിനി ഇവിടെ ഉണ്ടാകുമെന്നറിയില്ല. വെയിലൊക്കെ ഇവിടെ പൊതുവേ കിട്ടാനായിട്ട് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് തന്നെ അത് പിടിച്ച് വരുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ബാക്കി അപ്ഡേഷനൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ വീഡിയോയിലൊക്കെ ഇടാം. അപ്പോൾ ബൈ.